ഡോക്ടർ ഗണേഷ് പുത്തൂർ ആയിട്ടില്ല. ആവോ? ആവണം. ആവാനുള്ള പരിശ്രമത്തിലാണ്. ഒരു ഡോക്ടറേറ്റ് കിട്ടാൻ എന്താണ് വേണ്ടത്? ആദ്യം ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD-ക്ക് എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്. PhD പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പഠിക്കണം അതോട് പറ. അതിന് തൊട്ട് മുമ്പ് ഒരു PG പഠിക്കണം, അതിനു മുമ്പ് ഒരു ഡിഗ്രി പഠിക്കണം, പിന്നെ ബാക്കി 10ാം ക്ലാസ് +2 ഒക്കെ പഠിക്കണം. പണി ഇത്തിരി ഉണ്ട്. PhD-ക്ക് പോകുമ്പോഴുള്ള റിസ്ക് ഫാക്ടർ എന്തൊക്കെയാ? ഒന്ന്, നമ്മുടെ സ്റ്റൈപ്പൻഡ്. നമുക്ക് JRF ഉണ്ടെങ്കിലേ നമുക്ക് അത്യാവശ്യം സ്റ്റൈപ്പൻഡ് കിട്ടുള്ളൂ. 10,000-40,000 രൂപ കിട്ടും നമുക്ക് JRF ഉണ്ടെങ്കിൽ. നെറ്റ് ഉണ്ടെങ്കിൽ എന്നാലും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു കോളേജ് പ്രൊഫസർ അദ്ദേഹം ജോലിക്ക് ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷെ JRF ആണ് ഇത്തിരി പാടാണ് കിട്ടാനായിട്ട്. പക്ഷെ എന്നാലേ പ്രയോജനമുള്ളൂ, എന്നാലേ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം വളരെ കുറയും. ഗണേഷ് ഭായി PhD-യുടെ ഏത് ലെവൽ എത്തി? ഞാൻ PG കഴിഞ്ഞു, ഇപ്പൊ നെറ്റ് ഉണ്ട്. അപ്പൊ ഇനി PhD എൻറോൾ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡോക്ടർ ഗണേഷ് പുത്തൂർ എന്ന് ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിളിക്കാം. ഒരു 5-6 കൊല്ലം എടുക്കും. തിരിച്ചു വെച്ചേ ഡോക്ടർ നാട്ടിലെടുക്കാൻ എന്തെടുക്കണം? ഡോക്ടർ ആവാൻ എന്ത് വേണം? 2 ലക്ഷം രൂപ ഉണ്ടോ? ഡോക്ടർ ആവോ? അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ നമുക്ക് ചുറ്റുമുണ്ട്. ശരിക്കും? അതെങ്ങനെ കിട്ടണം? അതെങ്ങനെ, എവിടുന്ന് കിട്ടും? കഷ്ടപ്പെട്ട് പഠിക്കുന്നൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലിപ്പം മോഹൻലാലിന് ഡോക്ടറേറ്റ് ഉണ്ട്, മമ്മൂട്ടിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, യേശുദാസിന് ഡോക്ടറേറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇതൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് നമുക്കറിയാം. അത് കൃത്യമായി അവർക്ക് അവരോടുള്ള ആദര സൂചകമായി കൊടുക്കുന്നതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ 8ാം ക്ലാസ്സും കുസ്തിയായിട്ട് നടക്കുന്ന പല ബിസിനസ്സുകാർക്കും മുമ്പിൽ ഡോക്ടറേറ്റ് ഉണ്ട്. പേരിന്റെ കൂടെ വെക്കാൻ പറ്റുമെന്നുള്ളത് നിയമപരമായിട്ടുള്ള കാര്യം നിങ്ങൾ വേണം പറയാൻ, എനിക്കറിയാം. പക്ഷേ ശ്രീലങ്കയെന്നും ലിത്വാനിയെന്നും ഉഗാണ്ടെന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഈ ഡോക്ടറേറ്റ് കൊടുക്കുന്ന പല വമ്പന്മാരായ ഏജൻസികളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് ഒരു ആവേശത്തിന് ഇത് മേടിച്ചു വെച്ചിട്ട് കുറച്ചു ദിവസമൊക്കെ ഇത് എഴുതി ഈ ഡോക്ടർ എന്നൊക്കെ എഴുതി വെച്ച് നടന്ന് അവസാനം തങ്ങൾക്ക് തന്നെ നാണക്കേടായിട്ട് ഈ ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് ചുരുട്ടി തലയണ കീഴി വെച്ചേക്കുന്ന കുറെ എണ്ണന്മാരെ നമുക്കറിയാം. അങ്ങനെയുള്ള കുറെ പേരുണ്ട്. അപ്പൊ അവര് പലരും ചില ആളുകൾക്ക് നമ്മൾ തോന്നുന്നുണ്ട്, എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് പക്ഷെ ഞാനത് വെക്കാറില്ല. സിംപ്ലിസിറ്റിയാണ്. അതിനേക്കാളും ഉപരി നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നില്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പം നമ്മുടെ ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ച അവരുടെ പേരിന് മുന്നിൽ ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പൊ ഒരു ചർച്ചയിൽ അരുൺകുമാർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ റിപ്പോർട്ടർ TVയിലെ അരുൺകുമാർ ചോദിക്കുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്? അപ്പൊ അവര് പറയാണ്, അവരെ ആരോ ഡോക്ടറേറ്റ് കൊടുത്ത് അംഗീകരിച്ചതാണ്, പിന്നെ ആരോ വീട്ടിൽ ഏതോ വിദേശ യൂണിവേഴ്സിറ്റി എന്തോ ആണ്, അവർ വീട്ടിൽ കൊണ്ട് കൊടുത്തു. എങ്ങും പോകേണ്ടി വന്നില്ല. ഒരു ഫോട്ടോ എടുക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയില്ല. പിന്നെ അവര് എനിക്ക് തോന്നുന്നു വല്ല ഗ്രീൻ മാറ്റൊക്കെ ഇട്ടിട്ട് KL സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പുറത്തെ വേറെ ആളിങ്ങനെ കൊടുക്കുന്ന പടം വെച്ച് കട്ട് ചെയ്ത് കാണാൻ പടം ഉണ്ടാക്കി കാണും. അപ്പം ഗണേഷ് ഭായി, ഈ പൈസ കൊടുത്ത് ഡോക്ടറേറ്റ് മേടിക്കുന്നവരെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ ബേസിക്കലി ഒരാള് ഡോക്ടറേറ്റ് പേര് എഴുതുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് അന്വേഷിക്കാറുണ്ട്, എവിടുന്നാണ് ഈ ഡോക്ടറേറ്റ്. കാരണം അങ്ങനെ യാതൊരു ബോധമില്ലാത്ത പലരും ഇങ്ങനെ ഡോക്ടറേറ്റ് വെക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഡോക്ടറേറ്റ് കിട്ടാൻ ഇച്ചിരി പണി കേട്ടിട്ടുണ്ട്. നമ്മൾ പണി എടുക്കണം. നിങ്ങൾ പണി എടുക്കുന്ന ആളാ? അതെ, കാരണം നമ്മൾ അക്കാഡമിക്സിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഒരു 5-6 കൊല്ലം എങ്ങനെയാണെങ്കിലും ഇതിൽ പണിയെടുത്തേ മതിയാവുള്ളൂ. എന്നിട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടണം. അത് പോരാ, നമ്മളൊരു കുറെ പേജുള്ള ഒരു ഇത് എഴുതിയിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. നമ്മളെ അവിടെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഗ്രില്ല് ചെയ്യും. എന്നിട്ടാണ് പതുക്കെയാണ് നമുക്ക് ഈ ഡോക്ടറേറ്റ് എന്ന സാധനം കിട്ടുള്ളൂ. പക്ഷെ ചില ആൾക്കാർ ഇതൊന്നും ഇല്ലാതെ, ഒരു ബോധമില്ലാത്ത ആൾക്കാരും ഈ ഡോക്ടറേറ്റ് വെക്കണം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ അന്വേഷിക്കാറുണ്ട് ഇവർക്ക് എവിടുന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയത്. അപ്പൊ നോർമലി ഇതൊരു യൂണിവേഴ്സിറ്റി പോലും അല്ല, ഏതെങ്കിലും ഒരു സംഘടനയായിരിക്കും. ബ്രാക്കറ്റിൽ എഴുതും UN അഫിലിയേറ്റഡ്, യുണൈറ്റഡ് നേഷൻസ് അഫിലിയേറ്റഡ്. യുണൈറ്റഡ് നേഷൻസിന്റെ പരിപാടി ഡോക്ടറേറ്റ് കൊടുക്കുക എന്നുള്ളതല്ല, ഒരിക്കലും അല്ല. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ ചില എഴുത്തുകാരെയൊക്കെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ പേര് അങ്ങനെ എഴുതും. അപ്പൊ ഞാൻ ഓർഗനൈസേഷൻ തപ്പി നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വേൾഡ് ഓർഗനൈസേഷൻ അതെ, വേൾഡ് ഓർഗനൈസേഷൻ, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ. അതിന്റെ ഓഫീസ് ചിലപ്പോൾ നോയിഡയിലെ ഏതെങ്കിലും ഗലിയിലോ അല്ലെങ്കിൽ ഹരിയാനയിലെ കേരള എന്തെങ്കിലും സ്ഥലത്തായിരിക്കും. ഒരു ഓഫീസ് അങ്ങനെ രജിസ്റ്റർ ചെയ്തിടുവോ അവര്, മനസ്സിലായി? എന്നിട്ട് പേരിന്റെ കൂടെ ലണ്ടൻ, അമേരിക്ക യൂണിവേഴ്സിറ്റി, സൗത്ത് അമേരിക്ക യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരു സാധനമേ ഉണ്ടാവില്ല. എന്നിട്ട് അതിന്റെ ചിലപ്പോൾ വൈസ് ചാൻസലർന്ന് കൊടുക്കുന്നത് വല്ല ചോപ്രയോ അഗർവാളോ ശർമ്മയോ, അഗർവാളെ കാണത്തില്ലായിരുന്നു ചിലപ്പോൾ അങ്ങനെ ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ സംസാരിക്കുമ്പോൾ കുറച്ച് ആധികാരികത കിട്ടും.
അങ്ങനെയാണ് നമ്മുടെ സമൂഹം അതെ കാണുന്നത്. അതെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് മൊത്തം കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു വരും, 1.5 ലക്ഷം രൂപ ഡോക്ടറേറ്റ്, എന്തെങ്കിലും ശ്രീലങ്കയിലെ ഡോക്ടറേറ്റ് മാത്രമല്ല ഇത്തരത്തിൽ LLB കിട്ടും. അങ്ങനെ പല കോഴ്സുകളും ഇത്തരത്തിൽ കിട്ടും. അതിനകത്ത് യാതൊരുവിധമായ സംശയവും വേണ്ട. അഡ്വക്കേറ്റ് ആവാൻ പറ്റും, ഡോക്ടർ ആവാൻ പറ്റും, ഇനി എന്തൊക്കെ ആവാൻ പറ്റും അതൊക്കെ ആവാൻ പറ്റും. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഞെട്ടിച്ചൊരു വാർത്ത ഞാൻ കണ്ടു. ഗുജറാത്തിലെ 5 വർഷമായിട്ട് ഒരാൾ സ്വന്തമായിട്ട് കോടതി നടത്തുക. അയാൾ സ്വന്തമായിട്ട് അവിടെ കോടതി നടത്തുക, സ്വന്തമായിട്ട് സെറ്റൊക്കെ ഇട്ടിട്ട് പുള്ളി ജഡ്ജിയായിട്ട് അവിടെ ഇരിക്കുവോ. 5 വർഷമായിട്ട് ഇയാൾ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്, വിധി പറയുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പോലീസുകാരെന്ന് പറഞ്ഞു അവസാനം സർക്കാരിനെതിരെയുള്ള ഒരു കേസ് അവിടെ ചേർന്നു. പുള്ളി അതിനകത്ത് പൈസ മേടിച്ചിട്ട് അതിലും വിധി ഏതോ അവിടുത്തെ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കേസിനകത്ത് വിധി പറഞ്ഞു ഈ പാർട്ടിക്ക് അനുകൂലമായിട്ട്. പുള്ളി സെറ്റിൽമെന്റിനൊക്കെ കാശാ, പൈസ കൊണ്ട് കൊടുത്ത പൈസ കൊടുക്കുന്നൊക്കെ അനുകൂലമായിട്ട് അവിടെ കേസ്. 5 വർഷം നമ്മുടെ ഇന്ത്യയില് അത്തരത്തിലൊരു കോടതി ആരും അറിഞ്ഞില്ല. തമിഴ്നാട്ടിലോ വേറെ കർണാടകയിലോ കണ്ട് SBIയുടെ ബ്രാഞ്ച് തുടങ്ങായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കോടതി തുടങ്ങുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുപോലെ ഈ ഡോക്ടർമാരൊക്കെ എന്തെങ്കിലും ഇനി പോയി ആശുപത്രി ഇവന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ 2-3 ഡോക്ടറേറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഉണ്ട്. അവരൊക്കെ പറയുന്നത് അവരെങ്ങ് അനുമോദിച്ചു എന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ആദ്യം വലിയ സുഖത്തിലൊക്കെ ഇത് മേടിച്ച് വെച്ചിട്ട് പിന്നെ അവർക്കറിയാം ഇത് നാണക്കേടാണ് എന്നറിഞ്ഞിട്ട് നമ്മൾ ഫേക്ക് ആണെന്ന് കണ്ടെത്തിയാലും നമ്മൾ മുഖത്ത് നോക്കി പറയൂല, നമ്മൾ മോശമല്ല നമ്മൾ പറയൂല. പക്ഷേ എല്ലാവർക്കും അറിയാലോ. അപ്പോ അത് ശരിക്കും ഈ 2 ലക്ഷം രൂപ കൊടുത്ത് ഈ കടിക്കുന്ന പട്ടിയെ മേടിക്കണ തുല്യമാണ് ഒരു കാശ് കൊടുത്ത് ഡോക്ടറേറ്റ് മേടിക്കണം. അത് വലിയൊരു പ്രശ്നമാണ്. എന്തിനാണ് അത് മേടിക്കുന്നത്? നമ്മുടെ ആൾക്കാർ, അത് എഡ്യൂക്കേറ്റഡ് ആയുള്ള ആൾക്കാർ. ഇപ്പൊ LLB പഠിക്കാൻ പോകുന്ന ഒരുപാട് പേര് നമുക്കറിയാം. ഇവരൊക്കെ ചെയ്യുന്നത് പിന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പൈസ കൊടുത്തിട്ട് ഇവർ എക്സാം ഒക്കെ എഴുതിയിട്ടാണ് ഈ സാധനം മേടിച്ചത്. അതുകൊണ്ട് അവർക്ക് കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഈ ഡോക്ടറേറ്റ് കിട്ടുന്നതുകൊണ്ട് ഇവർ എന്താ സുഖം? അർഹതപ്പെടാതെ, ഇപ്പൊ ഞാൻ പറയാം, അർഹതപ്പെടാത്ത ഒരു ഷർട്ട് അല്ലെങ്കിൽ അർഹതപ്പെടാത്ത ഒരു രൂപ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ ഇത് എന്റെ എന്നൊരു തോന്നലുണ്ടാവില്ലേ? അത്തരത്തിൽ തോന്നാതെ ഇത് വലിയ പൊങ്ങന്മാരായിട്ടുള്ള ആളുകളാണ് ആയിരിക്കല്ലേ? ശരിയാണ്. പക്ഷെ അവരിത് മനസ്സിലാക്കണം. ഇതിന്റെ വാല്യൂ വട്ടപൂജ്യമാണ്. വട്ടപൂജ്യമല്ല, നെഗറ്റീവാണ് ഇതിന്റെ വാല്യൂ. അതെ, കാരണം ഇത് എല്ലാവരും ഒരു പക്ഷേ ഇത് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ അറിയാൻ പറ്റും. വേറെ പ്രശ്നമുണ്ട്. ഇപ്പം താങ്കൾ ഡോക്ടറേറ്റ് എടുത്തു, ഭാവിയിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു. ഡോക്ടർ ഗണേഷ് പുത്തൂർ നിങ്ങൾ വെച്ച ആളുകൾ ചിന്തിക്കും MBBS ഡോക്ടറാണോ? MBBS ഡോക്ടർ അല്ലാതെ അവര് പൈസ കൊടുത്ത് മേടിച്ച നിങ്ങളുടെ എഫേർട്ടിന് വിലയില്ലാണ്ടാവുന്നു. അതെ, ശരിയാണ്. അതെ. ഇത് ജനറലൈസ്ഡ് ആയി പോകും. അതാണ് ഇതിനകത്തെ പ്രശ്നം. ഞാൻ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരാൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ടെന്ന്. ഇവന്റെ ക്വാളിറ്റിയും ഇവനോട് സംസാരിക്കുമ്പോൾ കാണാം ഇവൻ എന്തായാലും കഷ്ടപ്പെട്ട് ഈ സാധനം എടുക്കൂല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ഡോക്ടറേറ്റ്? അത് മലയാള സാഹിത്യത്തിലാണ്. എവിടുന്ന ഡോക്ടറേറ്റ് എടുക്കുന്നത്? നോർത്ത് ഇന്ത്യയിൽ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു. മലയാള സാഹിത്യത്തിൽ കുഞ്ഞൻ തമ്പി നൽകിയ സംഭാവനകൾ ഇതായിരുന്നു അയാളുടെ പ്രബന്ധം. മലയാള സാഹിത്യത്തിൽ കുഞ്ഞൻ തമ്പി നൽകിയ. ഇത് തമാശയായിട്ട് പറഞ്ഞാണോ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഇത് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ അടുത്ത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അപ്പം ഈ വ്യാജ ഡോക്ടറേറ്റ് തരാൻ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ചോദിച്ചു വരുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കുക. ഇതൊക്കെ നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം നമ്മൾ വാങ്ങി വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം നമ്മൾ പൈസ കൊടുത്ത് എന്തിനാണ് ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മളെ തന്നെ ചീത്ത വിളിപ്പിക്കുന്നത്? അത് നമ്മുടെ രാഷ്ട്രീയക്കാര്, എഴുത്തുകാര്, ഇവരെല്ലാം പബ്ലിക് ഡൊമൈനിൽ നിന്ന് മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതൊരിക്കലും ആളുകൾ കണ്ടുപിടിക്കും. ഉറപ്പായിട്ടും. ഓക്കെ.